ഓടി തളരണ്ട ഓമനപ്പൂമുഖം വാടിരേ എൻ്റെ കൈ എന്തു ആടോ ഒന്നും പറയണ്ട മോനെ. എത്ര സമയമായി ഇവിടെ പോസ്റ്റ് ആയിട്ട് ഞാൻ വണ്ടി എടുക്ക്. കയറ്. ട്രെയിനിൽ 8-10 മണിക്കൂർ ഇരുന്ന് വന്നതാ. വിശന്നിട്ട് കണ്ണ് കാണണ്ടേ? അത് നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ശരി, നമുക്ക് ആ തട്ടയുടെ കയറാം. നല്ല ഫുഡാണ് ഇവിടുത്തെ. ചേട്ടാ 2 ദോശ. പിന്നെ വേറെ മതിയോ? അതെ, ഒരു ഓംപ്ലേറ്റും കൂടി. ചേട്ടാ ഡബിൾ ഓംപ്ലേറ്റ്. 2 ദോശയും ഡബിൾ ഓംപ്ലേറ്റ് എടുത്തോ. പിന്നെ വേറെന്താ? പിന്നെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും വിശേഷങ്ങൾ? ഹോസ്പിറ്റലിൽ എന്താ പ്രത്യേകിച്ചൊന്നുമില്ല. ഇടയ്ക്ക് നിന്നെ മിസ് ചെയ്യും. നിനക്കെന്നെ മിസ് ചെയ്യാറില്ലേ? മിസ് ചെയ്യാറുണ്ടോന്നോ? ചിലപ്പോൾ നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിനക്കറിയാലോ, എന്തോ പോലെയാ. ആണോ? പിന്നെ ഒരു സംഭവം ഉണ്ടായി. എന്താണ്? അവിടെ ഒരു ചുള്ളൻ ഡോക്ടർ ഉണ്ടായിരുന്നേ. ആളെന്നെ പ്രപ്പോസ് ചെയ്തു. പാരന്റ്സ് ആയിട്ട് സംസാരിക്കട്ടെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? അപ്പോഴേക്ക് മുഖം പോയൊരു പോക്കേ. വെരി സോറി എന്ന് ഞാൻ പറഞ്ഞു. എനക്കാകെ ഊരിലോർത്തിരിക്കെ അവനെത്താ ഞാൻ കല്യാണം പണിപ്പേന്ന് പറഞ്ഞു. ചേട്ടാ ഓർഡർ ചെയ്താൽ കിട്ടിയില്ലല്ലോ. 2 ലൈമും കൂടി എടുത്തോ. സമയം ഒരുപാടായി. വൈകുന്ന വീട്ടിൽ ടെൻഷനാവും. വേഗം വാ. ഇങ്ങനൊരു നിഷ്കു. എന്താ? എന്തു പറ്റി? നമുക്ക് കുറച്ചു നേരം നടക്കാം. നടക്കാനാ? നിനക്ക് ഈ രാത്രി നടക്കാൻ വട്ടാണോ? നിക്ക് നിക്ക് നിക്ക്. നാളെ ഞാൻ പോരെ? പ്ലീസ്. ഏത് നേരത്താണ് ദൈവമേ പ്രേമിക്കാൻ തോന്നി? അതെ, നിങ്ങൾ ആമ്പിളേക്ക് രാത്രി എവിടെ വേണമെങ്കിലും പോവാം, എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ കയറാം. പക്ഷെ അതുപോലെയല്ല ഞങ്ങൾക്ക്. ഇപ്പോൾ ആണെങ്കിൽ നീ ഇല്ല എൻ്റെ കൂടെ. എന്താ മോൻ്റെ ഉദ്ദേശം? എന്തുദ്ദേശം? എത്ര നാളത്തെ ഇങ്ങനെ കൊണ്ടുപോകാനാ? എന്നെ കിട്ടാനുള്ള പ്ലാനൊന്നുമില്ലേ? ഏതായാലും രാത്രി കെട്ടാൻ പറ്റില്ലല്ലോ. നാളെ ആവട്ടെ, സെറ്റാക്കാം. കെട്ടുകയാണെങ്കിൽ നിന്നെ തന്നെയാണ് കിട്ടണം. പോരെ? അവസാനം ജാതി വേറെ, അമ്മ സമ്മതിക്കില്ല, അച്ഛൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ ബ്രേക്കപ്പ് ആയാ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരും. ഏതായാലും ഞാൻ ബ്രേക്കപ്പ് ഒന്നും പറഞ്ഞു വരില്ല. നീ ആയിട്ട് വരാതിരുന്നാൽ മതി. ഇപ്പം നമുക്ക് തിരിച്ചു പോവാം. ഇനി വൈകി ശരിയാവില്ല. വാ. പാവകളായ ഞങ്ങൾക്ക് വേണ്ടി നന്മ നിറഞ്ഞു പറയുമേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടുള്ളതാണ്. ആടാ നിന്നെ കണ്ടോ?
ഇല്ല എടി നീ ഭക്ഷണം കഴിക്കണല്ലേ? ഇല്ലമ്മ, ഞാൻ കഴിച്ചിട്ടാ വന്നത്. ഹലോ, ഞാൻ ഫ്രീ ആകുമ്പോ വിളിക്കാം. എന്താ മോളെ മൊത്തത്തിലൊരു കള്ള ലക്ഷണം? എന്ത് കൊള്ള ലക്ഷണം? ഞാനൊന്ന് വിളിക്കട്ടെ. നല്ല യാത്ര ക്ഷീണം. കുളിച്ചിട്ട് വാ. എന്നാ ഈ ബക്കറ്റ് അങ്ങ് വെച്ചേ. എന്റെ ഷർട്ട് അങ്ങ് എടുത്തേ. ആ കവല വരെ പോയിച്ചും വരാം. ഇതിപ്പോ എത്ര തവണയാണ് നമ്മുടെ കൺമുമ്പിൽ നാം പോകുന്നത്? ഇനിയും അവനെ വെറുതെ ശരിയാവില്ല. കഴിഞ്ഞ ദിവസം ആ ചന്ദ്രന്റെ വീട്ടിൽ കയറി എന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞല്ലാണ്ട് ഒന്നും പോയതായിട്ട് അറിവില്ല. എന്തെങ്കിലും ഒന്ന് പറയടാ. പറയടാ. ഞാനെന്ത് പറയാനാണ്? ആ പുള്ളിക്ക് വെള്ളം അടിച്ചിട്ട് വല്ലതും തോന്നിന്ന് വെച്ചിട്ട് ഇവൻ ശരിയാവില്ല. നിങ്ങൾ ഇവിടെ ഇത്രയും തടിമിടുക്കുള്ള ആമ്പിള്ളേരുണ്ടായിട്ടാ ഒരു കള്ളനെ പിടിക്കാൻ പറ്റാത്തെ? പിന്നെ ഇന്നാ പിടിച്ചോനെ കള്ളൻ കൺമുമ്പിൽ വന്ന് നിൽക്കുവല്ലേ? ഇനി പെണ്ണുങ്ങളായ ഞങ്ങൾ നീ നാട്ടിലൊന്നുമല്ലേ? ഇവിടെ വീണ്ടും കള്ളറങ്ങിടാ. എപ്പോ? ഇന്നലെ രാത്രി. എന്നിട്ടൊന്നുമില്ല. അമ്മ എന്തിനാ ഇപ്പൊ ഈ തേങ്ങ പൊട്ടിച്ചു വെക്കുന്നേ? ഇതൊക്കെ പള്ളി പോയിട്ട് വന്നിട്ട് ചെയ്താ പോരെ? അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചോളാം. എന്താ ചേച്ചി സൗണ്ട്? ഒന്നും പറയണ്ട. ഇവിടെ കുറച്ച് നാളായിട്ട് കള്ളം വരുന്നെന്നോ ഓടുന്നെന്നോ ചാടുന്നെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്. കള്ളനോ? കൊള്ളാലോ. ആ കള്ളം എടി വർത്താനം പറഞ്ഞേക്കാണ്ട് പള്ളി പോകാൻ റെഡിയാവും. അതാ വരുന്നു. ഒരു 6-6.5 അടി പൊക്കം, ഒത്ത ശരീരം. ആ വളവിൽ വെച്ച് അവൻ എന്റെ മുന്നിൽ പെട്ട്. ഞാൻ അങ്ങോട്ട് മുണ്ടും മടക്കി ചെന്നതാ. അവൻ മിന്നൽ വേഗത്തിലൊരു പാച്ചൽ എന്റെ കൈയിന്റെ തുമ്പത്ത് വരെ എത്തിയതാ. ജസ്റ്റ് മിസ്. പെട്ടെന്ന് അവനെ കാണാതായി. നിങ്ങൾ ഈ അടിച്ച് 4 കാലിൽ പോയിട്ട് കള്ളന്റെ പുറകെ പോയെന്നോ? തള്ളാണ്ട് കാര്യം പറയാട്ടാ. കള്ളന്റെ മുഖം കണ്ടാ നിങ്ങൾ ശരിക്കും? ഒരു മിന്നായം പോലെ. പണ്ട് ഇതുപോലൊരു കള്ളൻ ഇവിടെ ഇറങ്ങിയതാ. അവനെ ഞങ്ങൾ കാവലിരുന്ന് പൊക്കി. രാത്രി നമ്മ കാവലിരിക്കുന്നു, അവനെ പിടിക്കുന്നു. ചേട്ടാ ഈ രാത്രി വരുമ്പോ എത്ര മണിക്കാണ് കള്ളൻ ഇറങ്ങുന്നത്? എടാ ചപ്രത്തല്ലേ, കള്ളൻ എന്റെ അടുത്ത് സമയം പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അതല്ല 8 മണിക്ക് വീട്ടിൽ കയറിയില്ലെങ്കിൽ അച്ഛൻ സീനാകും. അപ്പൊ പറഞ്ഞ പോലെ എല്ലാവരും നാളെ വൈകുന്നേരം ഷെയറുമായി വരണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതെന്തിനാ ഷെയർ? അത് ഷെയർ എന്ന് പറയുന്നത് രാത്രിയാണ് നിൽക്കുന്നത്. അപ്പൊ 2 എണ്ണം അടിച്ചാലാണ് ചാടിച്ചാടി നിൽക്കാൻ പറ്റുള്ളൂ. ഷെയറിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഉണ്ടാവില്ല കേട്ടോ. അല്ലെങ്കിൽ ആർക്കും ഗുണമുള്ള എന്തെങ്കിലും കാര്യത്തിന് കിട്ടുമോ തന്നെ? അതല്ലെന്ന്, എനിക്ക് ഓട്ടോ ഉണ്ട്. മറ്റന്നാ കഴിഞ്ഞിട്ട് ഞാൻ വരാം. അത് കഴിഞ്ഞിട്ട് ഷെയർ ഇട്ടാ പോരെ? ഇത് തന്നെ എടുത്ത പ്രശ്നം. ഞാൻ പോണേ. ഞാൻ ഇവിടെ ഒരു തിരക്കില്ല. ആ ചക്കച്ചാൻ പറമ്പേ ഞാൻ പോണേ. പള്ളിയിൽ പോണ്ടേ? ഞാനൊന്നുമില്ല പോ. ഞാൻ വിളിക്കാം. ആ ശരി വെക്കും. ആ കൊണ്ടുവരാൻ ചാളയിലടിച്ച കരള് പോടാ. ചേട്ടാ കള്ളു പിടിക്കാൻ വരാം. കള്ളനെ പിടിക്കാൻ എനിക്ക് പേടിയാട്ടാ. പറഞ്ഞ പോലെ എൻ്റെ കാശില്ലേട്ടാ. നിനക്കെന്താ ഇപ്പൊ തന്നെ കാണുന്ന നിർബന്ധം? അത്യാവശ്യമുള്ളണ്ടല്ലോ വിളിച്ചത്. എന്താണ്? ഈ ഞായറാഴ്ച കാണാൻ ഒരാള് വരും. വീട്ടുകാർക്കെല്ലാം നോക്കിയാ. പയ്യൻ ദുബായിലാ. അതുകൊണ്ട് നീ എന്നെ എത്രയും പെട്ടെന്ന് കിട്ടണം. ഇത് പറയാനാ വിളിച്ചത്. എടി പെട്ടെന്ന് കെട്ടണമെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാടി? പറഞ്ഞാല് എടി ഞാൻ സെറ്റിലായിട്ടില്ല. എഞ്ചിനീയറാന്നേ ഉള്ളൂ. പെട്രോൾ, EMI, ഫുഡ്, ബാക്കി 500 രൂപയുള്ളൂ. ഇതുകൊണ്ട് എങ്ങനെയാടി? എന്നാ പിന്നെ നിനക്ക് എന്നെ സെറ്റിലായിട്ട് പ്രേമിച്ചാ പോരായിരുന്നോ? നിനക്കൊന്നും പറയാനില്ലേ? മോൻ പേടിച്ചല്ലേ വല്ലാണ്ട്? ശരിക്കും പേടിച്ചല്ലേ? ഞാൻ ചുമ്മാ ഒന്നിട്ട് നോക്കിയതാ നിന്റെ റിയാക്ഷൻ കാണാൻ. ഇനി എന്റെ മോൻ കൂളായി. തമാശാണല്ലേ? പള്ളിപ്പറമ്പായി പോയി. ഞാൻ വല്ലതും പറഞ്ഞേനെ. ഇപ്പൊ ഞാൻ തമാശ പറഞ്ഞതാ. ഇത് ഞാനൊരു ദിവസം സീരിയസ് ആയി പറയുമ്പോ ഇങ്ങനെ കുന്തം വിഴുങ്ങി പോലെ നിക്കരുത്. എന്തുവാടെ ഇവിടെ? കള്ളനോ? ഇവിടെ മന്ത്രിമാര് വരെ കാക്കുന്നു. എന്നിട്ടാണ് ഇവിടെ എന്തുവാടേ?
എന്തോ കുറച്ചുപേരെ ആ സൈഡിലേക്ക് പോട്ടെ. ഇവന്മാരെന്ത് കാട്ടാനാ? ഒന്നും നടക്കില്ല. ഉറങ്ങരുത്. ഡാബി ഇക്കടാ. ഓടെ ഓടെ. നമ്മളോടാ കളി ഇവന്മാരുടെ. ഹലോ, പറഞ്ഞോ. നീ എന്താ കട്ടാക്കിയത്? കുറച്ച് തിരക്കിലായിരുന്നു. ഞങ്ങൾ ഈ കള്ളൻ പിടിക്കാനുള്ള പ്ലാനല്ല. എടാ എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നു. ഇപ്പോഴാ? കൊള്ളാം. ആ അതിൻ്റെ ഒരു കുറവും കൂടിയുള്ളൂ. നമുക്ക് നാളെ കാണാം. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നുന്നു? അങ്ങനെ തോന്നി, അത് ഞാൻ പറഞ്ഞു. നീ കിടന്നുറങ്ങാതെ, നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഇവനാണോ കള്ളനെ പിടിക്കാൻ പോണേ? എന്തേ? ഒന്നുമില്ല. നീ അടിച്ചിട്ടുണ്ടോ? കാണാൻ തോന്നുന്നു പറഞ്ഞു. അതിന് കണ്ടുകളയാന്ന് വിചാരിച്ചു. കണ്ടില്ലേ? എന്നാ പൊക്കോ. ശരി. കള്ളനെ പിടിക്കാൻ പോയിട്ട് മനുഷ്യന്റെ ഉറക്കം പോലും മിച്ചം. അതെ, കള്ളനെ പിടിക്കണമെങ്കിലേ ഇനിയും നമ്മൾ കുറച്ച് ഉറക്കം കളയേണ്ടി വരും. നീയൊക്കെ കള്ളനെ പിടിക്കാൻ ഇറങ്ങിയിട്ട് അവസാനം നിന്റെ വീട്ടിൽ കള്ളൻ കയറാണ്ടിരുന്നാണ്. ഏതായാലും രണ്ടുപേരും അറിയണം. ഇന്നോടി ഒന്ന് ഇരുന്ന് നോക്കാം. ഞങ്ങളെ രക്ഷിക്കണമേ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ബേബി ഇന്ന് വരത്തില്ലേടി? ഇല്ല, നാളെ വരത്തുള്ളൂ. ഷേ, എന്റെ പ്രാണപ്രിയനെ രാത്രിയിൽ ഞാൻ കിടക്കയിൽ അന്വേഷിച്ചു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല. ഞാൻ അവനെ വിളിച്ചു, ഉത്തരം കിട്ടിയില്ല.
മൈരേ